എല്ലാവർക്കും ആദ്യമേ ഒരു ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേരാൻ സൗമനസ്യം കാണിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആദ്യമേ തന്നെ നന്ദി. അതേപോലെ ഈ ഫംഗ്ഷനിലേക്കുള്ള സ്വാഗതം കൂടി പറഞ്ഞോളുന്നു. ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ നിർമ്മിച്ച് ഈ ചിത്രം ഡിസംബർ 18-നാണ് ലോകമാകെ റിലീസ് ചെയ്ത് അന്ന് ഡിസംബർ 18-ന് കേരളത്തിൽ രാവിലെ 8 മണി തൊട്ടാണ് ഷോ തുടങ്ങിയത്. വിദേശ രാജ്യങ്ങളിൽ ഈവനിങ് തൊട്ടാണ് അന്ന് ഷോ നടത്തിയത്. ആദ്യത്തെ ദിവസം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ഏറ്റവും ഹയസ്റ്റ് ഡേ 1 കളക്ഷനുള്ള റെക്കോർഡ് നേടുന്ന രണ്ടാമത്തെ ചിത്രമായി നമ്മുടെ ബബ്ബ മാറി എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏകദേശം ആദ്യ ദിവസം 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമകളിൽ 2ാം സ്ഥാനമാണ്. ആദ്യത്തെ ദിനത്തിൽ 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന രണ്ട് മലയാള ചിത്രങ്ങളേ ഉള്ളൂ മലയാള സിനിമയിൽ കേരള ബോക്സ് ഓഫീസിൽ ഡേ 1-ൽ. അതിൽ രണ്ടാമത്തത് ബബ്ബയാണ്. അതേപോലെ ഡേ 1 വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 15 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. ഇപ്പോൾ ചിത്രം ക്രിസ്മസ് കഴിഞ്ഞ് 2ാം വാരം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, 2ാം വാരത്തിലൂടെ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് 50 കോടി ക്ലബിലേക്ക് എത്തുന്ന ചിത്രങ്ങളിൽ ആദ്യത്തെ 10 എണ്ണത്തിൽ ഇടം നേടുവാൻ ബബ്ബ പോവുകയാണ്. 50 കോടി ക്ലബിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ ചിത്രത്തിന് ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ 2ാം വാരത്തിലും 200-ലധികം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ ചിത്രത്തിൻ്റെ ഈ ഒരു സക്സസ്സിന് നിങ്ങളെവരുടെയും മീഡിയ ഭാഗത്തു നിന്ന് കിട്ടിയ സപ്പോർട്ടിന് ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മറ്റു താരങ്ങളും അണിയറക്കാരും പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ആദ്യ ചിത്രത്തിൽ തന്നെ ഹിറ്റടിക്കുക എന്ന അപൂർവ നേട്ടത്തിന് അല്ലെ നവാഗതരിൽ പുതിയ മുഖം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഇത്രത്തോളം താരങ്ങളെ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു ആവേശമുണ്ട്. ആ സംവിധാന മികവിൽ ഒട്ടും കുറവ് വരുത്താതെ ഒരുപക്ഷെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മലയാളികൾക്ക് നൽകിയ ഏറ്റവും മികച്ച വിരുന്നിലെ പുറകിലെ സംവിധായക മികവ്. ദ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് മിസ്റ്റർ. താങ്ക് യു. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. സിനിമ തിയേറ്ററിൽ ആളുകൾ ഡാൻസ് കളിച്ച് പാട്ടുപാടി കാണുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് എല്ലാ സ്ഥലത്തും വരുന്നത്. നല്ലതും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതും ഒക്കെ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും സിനിമ ഈ പറഞ്ഞ പോലെ സുഹിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള റെക്കോർഡുകൾ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷം. അത് ആദ്യത്തെ സിനിമയിൽ തന്നെ ആയതിൽ അത് ഭയങ്കര വലിയൊരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അതുപോലെ ദിലീപേട്ടനെയും ലാലേട്ടനെയും വിനീതേട്ടനെയും ധ്യാനേട്ടനെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു ഭാഗ്യമായിട്ടും അത് എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമായിട്ടും ഞാൻ കാണുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും ഒരു ദിലീപേട്ടനെ അല്ലെ 2 കാലഘട്ടത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു ഫേസ് സിമിലാരിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കര സിമിലൻസ് ആയിട്ട് ഒരു പക്ക ഒരു കാസ്റ്റിംഗ് നമ്മൾ കണ്ടു. സത്യ ചെറുപ്പ കാലഘട്ടം ഏറ്റവും ഭംഗിയായിട്ട് സിനിമയിലെ റെസിഡന്റ് ഡയറക്ടർ കൂടിയാണ്. സോ യെസ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇതിൽ തന്നെ ഈ ഒരു റോളിൽ അക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ്ട് താങ്ക് യു ടു ഗോപാലൻ സർ, കൃഷ്ണമൂർത്തി ചേട്ടൻ, പിന്നെ DJ ആൻഡ് അമ്മാവൻ. ഭയങ്കര ഒരു വലിയൊരു മൂമെൻ്റ് തന്നെയാണ്. ഇതേപോലത്തെ ഒരു വലിയൊരു സിനിമയിൽ തന്നെ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയ കിട്ടിയൊരു ചാൻസിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. സോ താങ്ക് യു ആൾ. യെസ്. നവമാധ്യമങ്ങളിലൂടെ വന്ന് ബിസ്ക്രീനിലോട്ട് ചേക്കേറിയ ഒരു പ്രിയ താരം നമുക്കിടയിൽ ഇരിപ്പുണ്ട്. ഒരു പക്ഷേ അല്ലെ പ്രേമലൂരിലെ സുബിനോട് വന്ന് ഇന്ന് ഒരു പക്ഷെ പതിഞ്ഞ ശബ്ദത്തിൽ ഇത്രത്തോളം കൗണ്ടർ അടിക്കാനായിട്ട് കഴിവുള്ള മറ്റൊരാളുണ്ടോ എന്നൊരു സംശയമാണ്. സോ യെസ്. സോ തീർച്ചയായിട്ടും ഏറ്റവും സ്നേഹപൂർവ്വം ഒരു പക്ഷെ നമുക്ക് വേദിയിൽ തന്നെ 2 ഗാന്മാർ നമുക്ക് ഉണ്ടെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. സോ ഷമീർ ഖാൻ പ്ലീസ്. താങ്ക് യു. പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു സൗണ്ട് കുറവായിട്ടാണ് ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം. എന്നെ ഇതിലേക്ക് വിളിച്ച DJക്കും ഗോകുലം മൂവീസിനും എല്ലാവർക്കും നന്ദി, സന്തോഷം. വാക്കുകൾ വളരെ ചുരുക്കിയിട്ടുണ്ട് അല്ലെ. 20 ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് എന്തായാലും ശിവരുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വരുന്ന സിനിമാ പ്രൊമോഷനിലൂടെയൊക്കെ ഈ സാന്നിധ്യമില്ലാതെ നമുക്ക് പൂർണ്ണമാവില്ല. നമുക്കറിയാം ഒരു 2025-ന്റെ 2ാം പകുതിയിൽ എടുത്ത് നോക്കുമ്പോൾ ഇദ്ദേഹം ഇല്ലാതെ അല്ലെ വളരെ അപൂർവമായിട്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ.
ഒരുപക്ഷെ ജിബിൻ ചേട്ടനുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഹിറ്റടിക്കും എന്നുള്ളൊരു തരത്തിലോട്ട് വരെ മാറിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം ബൊബ്ബയിലും ഒരു മികച്ച വേഷമായിട്ട്, ജീവിതത്തിലും സിനിമയിലും മികച്ച പോലീസ് വേഷങ്ങളിലൂടെ ജിബിൻ ചേട്ടൻ സാന്നിധ്യം വഹിക്കുന്നുണ്ട്. സോ പ്ലീസ്. ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. വർഷത്തിൻ്റെ അവസാനവും നല്ലൊരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് ദിലീപേട്ടനോടും ഈ ഒരു ടീമിനോടും ഒപ്പം ഈ വർഷം കഴിയുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ട്. എല്ലാ സപ്പോർട്ടും നൽകിയ നിങ്ങളെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. യെസ്, ആൻഡ് ഒരു 30 സെക്കൻഡ്സ് തരൂ അഭിലാഷേ എന്നുള്ള വന്മരം വീണിരിക്കുന്നു. ഇനി മധു ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്നുള്ള തരത്തിലേക്ക് പുതിയൊരു ഹിറ്റ് ഡയലോഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ സെന്തിൽ ബ്രോ. യെസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഗോകുലം മൂവീസിൻ്റെ ഞാൻ അഭിനയിക്കുന്ന രണ്ടാമത്തെ പടമാണ്. 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ ആണ് ഇതിനു മുൻപ് ഞാൻ അഭിനയിച്ചത്, ഗോകുലം മൂവീസിൻ്റെ. അപ്പോൾ ഇതിൽ എന്നെ വിളിച്ചത് കൃഷ്ണമൂർത്തി സാറാണ്. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിനും ധനഞ്ജയനും ഒക്കെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു മൾട്ടി സ്റ്റാർ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇനി വരുന്ന വർഷം ഒരു നല്ല തുടക്കമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരു പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നോക്കി കഴിഞ്ഞാൽ ഒരു തലമുറകളുടെ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബിഗ് സ്ക്രീനിൽ നമ്മൾ ലാലേട്ടൻ നമ്മൾ കണ്ടു, റിയലോജിയായിട്ട്. പക്ഷെ ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിലും ഒരു ജെൻസി ആയിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ വേഷപ്പകർച്ചയിലൂടെ നമ്മൾക്ക് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമുണ്ട് അല്ലെ? ആരാണ്? യെസ്, ഒരുപക്ഷെ ഇത്രയധികം സിനിമകളിലൂടെ ഈ കാലത്തിനനുസരിച്ച് കോലം മാറാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സിനിമയ്ക്കൊപ്പം തന്നെ വേഷഗാനത്തിലും അപ്ഡേറ്റ്സിലൂടെ നമ്മളൊക്കെ യൂത്തിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് കോമ്പറ്റീറ്റർ റിയാസ് ഖാൻ. സോ റിയാസ് ഖാൻ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. പ്രസ് മീഡിയ, താങ്ക്സ് ടു പ്രസ് ആൻഡ് മീഡിയ. നിങ്ങൾ ഈ സിനിമ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ദ ഡയറക്ടർ ധനഞ്ജയൻ സർ ആൻഡ് ഗോകുലം മൂവീസ്, ഗോകുലം ഗോപാലൻ സർ. താങ്ക്സ് ടു ദ എൻറ്റയർ ടീം, ടെക്നീഷ്യൻസ്. എല്ലാവരെയും താങ്ക് ചെയ്യുന്നു. പാത്രം കഴുകുന്ന സ്ത്രീ മുതൽ നമുക്ക് തുണി അലക്കി തരുന്ന ആൾക്കാർ വരെ, ടു ദ ബോട്ടം ലെവൽ. ബോട്ടം എന്ന് പറയുന്നില്ല, അതിൻ്റെ അർത്ഥം എല്ലാവരെയും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്സ് ടു എവറിബഡി. ഇതെല്ലാം ഇല്ലാതെ ഇതൊന്നും ഇല്ല, ഇത്രയും വലിയ വിക്ടറി ഇല്ല. എനിക്കൊരു സ്പെഷ്യൽ മൂമെൻ്റാണ്. ബിക്കോസ് ചെന്നൈയിൽ ട്രസ്പുരം എന്നൊരു സ്ഥലമുണ്ട് കോടമ്പാക്കത്തിൽ. അതൊരു ഗ്രൗണ്ടാണ്. അതിന് ചുറ്റപ്പറ്റി കുറേ വീടുകളുണ്ട്. ഇന്ന് അവിടെ ആ ഭാഗത്ത് താമസിച്ചവരൊക്കെ ഒന്ന് പുനീത് രാജായിരുന്നു, ഒന്ന് ശിവരാജ് കുമാറായിരുന്നു. അങ്ങനെ ഗോപാലൻ സാറിൻ്റെ വീട് ഈ ട്രസ്പുരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഞങ്ങളവിടെ ക്രിക്കറ്റ് കളിക്കും. ഈ ബോൾ അടിച്ച് സാറിൻ്റെ വീട്ടിലേക്ക് പോകും. ഞാനാണ് അപ്പോൾ ഈ ബോൾ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ 10 പ്രാവശ്യം ബോൾ തരില്ല, എടുത്ത് വയ്ക്കും. സാറിനൊന്നും ഓർമ്മയില്ല, പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ നടന്നതാണ്. ഇന്ന് ആ സാറിൻ്റെ പടത്തിൽ, അവരുടെ മൂവീസിൽ ഞാൻ അഭിനയിക്കുന്നു. സോ ഇതൊക്കെ ബിഗ് മൂമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഷാനയുടെ നിന്ന് ഞാൻ ശമ്പളം വാങ്ങുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ് ഈ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തതും ഈ ടീമിനായിട്ട് ഞാൻ യാത്ര ചെയ്തതും. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്താണോ ബ്രദറാണോ അതറിയില്ല,